തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ധനവിഹിതം കുറയുന്നു. കേന്ദ്ര ധന കമ്മീഷന്റെ തെറ്റായ കണക്കെടുപ്പാണ് ഇതിന് കാരണമെന്ന് സംസ്ഥാന കമ്മീഷൻ വിലയിരുത്തി. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടിൽ പ്രതിവർഷം 1200 കോടി രൂപയുടെ കുറവാണ് ഉണ്ടാവുക. ഇതാകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് അടുത്ത 5 വർഷം കേന്ദ്രത്തിൽ നിന്നുള്ള ധനവിഹിതത്തിൽ വൻ കുറവുണ്ടാകുമെന്നാണ് സംസ്ഥാന ധന കമ്മീഷന്റെ റിപ്പോർട്ട്. പ്രതിവർഷം 1100 കോടി രൂപയെങ്കിലും നഷ്ടപ്പെടുമെന്നാണ് നിഗമനം. ഇതാകട്ടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുന്നതിനും കാരണമാകും. സംസ്ഥാന ധന കമ്മീഷൻ അധ്യക്ഷൻ KN ഹരിലാൽ ഗവർണർക്ക് കൈമാറിയ റിപ്പോർട്ട് എത്രയും വേഗം മന്ത്രിസഭയിലും നിയമസഭയിലും വച്ച ശേഷം തിരുത്തൽ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുവാനാണ് സംസ്ഥാനം ആലോചിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും ചേർന്ന് കിടക്കുന്നതിനാൽ നഗരങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വളരുന്നതാണ് കേരളത്തിലെ പ്രത്യേകത. ഇത് തിരിച്ചറിയാതെ നഗരത്തിലെ ജനസംഖ്യ കുതിച്ചുയർന്നെന്ന അനുമാനത്തിൽ ധനകമ്മീഷൻ ഫണ്ട് വീതം വെച്ചതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതിന് പ്രധാന കാരണം. കേന്ദ്ര ധനകമ്മീഷൻ 2026-27 സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഗ്രാന്റിൻ്റെ 83.45% മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കുമായി കൈമാറേണ്ട സാഹചര്യമാണ് ഉള്ളത്. 2011 സെൻസസ് പ്രകാരം 77% പേരുള്ള പഞ്ചായത്തുകൾക്ക് കിട്ടുന്നതാകട്ടെ 16.55% മാത്രമാണ്. 2025-26 സാമ്പത്തിക വർഷം പഞ്ചായത്തുകൾക്ക് അനുവദിച്ച 1562 കോടി രൂപ ഈ വർഷം ഒറ്റയടിക്ക് 425 കോടിയായി കുറഞ്ഞു. ഇതാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നതിൻ്റെ പ്രധാന കാരണവും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.